ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കള്ള കപ്പുച്ചിൻ സന്യാസി. പോലീസിൻ്റെ സൈബർ സെല്ല് ഈ സന്യാസിക്കെതിരെ കേസെടുക്കാൻ സാധ്യത. ഇദ്ദേഹം ശരിക്കും കപ്പുച്ചിൻ സന്യാസിയാണോ എന്നൊക്കെ അറിയില്ല. അദ്ദേഹം ശരിക്കും കപ്പുച്ചിൻ സന്യാസിയാണെങ്കിൽ അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊവിൻഷ്യലിനോട് മിക്കവാറും സമാധാനം പറയാൻ ചോദ്യം വരാം. വത്തിക്കാനിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ പരസ്യമായിട്ട് വന്ന് ഈ കപ്പുച്ചിൻ സന്യാസി പറഞ്ഞ് ഞങ്ങളുടെ അറിവോടെയല്ലെന്നും മാപ്പ് ചോദിക്കുന്നു അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരികളോ മാപ്പ് ചോദിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഈ മറ്റ് ചില സന്യാസമങ്ങൾക്ക് വന്ന ദുരന്തം കപ്പുച്ചിൻ സഭയ്ക്കും വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നല്ലവരും വിശുദ്ധരുമായി കപ്പുച്ചിൻ സന്യാസ വൈദികർ ധാരാളമുണ്ട്. അവർ എന്നോട് ക്ഷമിക്കണം. കപ്പുച്ചിൻ സന്യാസ സഭയിൽ എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ സ്നേഹിതന്മാരുണ്ട്. വിശുദ്ധരും നല്ലവരുമായി അനേകം പേര് കപ്പുച്ചിൻ സന്യാസത്തിലുണ്ട്. ഞാനിരുന്ന ഇടവകയിൽ ചിലർക്കൊക്കെ കപ്പുച്ചിൻ മിഷൻ ധ്യാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം നാറ്റിക്കാനായി കപ്പുച്ചിൻ വേഷം ധരിച്ച് ഒരു സന്യാസ വൈദികൻ എന്ന് പറയുന്ന ആള് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി അവർ എഴുതി കൊടുത്ത നുണകൾ ഒരു വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പലരും എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇട്ടു തന്നു. ഞാനത് കാണാനോ കേൾക്കാനോ തയ്യാറായില്ല, തീർത്തും അവഗണിച്ചു. എന്നാൽ ചില സഭാധികാരികൾ എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടു അദ്ദേഹം പറയുന്ന നുണകൾ പൊളിച്ചടക്കണം. കാരണം പച്ച നുണ, കല്ല് വെച്ച നുണയാണ് അദ്ദേഹം പറയുന്നത്. അത് കപ്പുച്ചിൻ അച്ഛനായതുകൊണ്ട് ഈ പിശാചുക്കളൊക്കെ പിടിക്കുന്ന ഒരു അച്ഛന്മാരെന്നാണല്ലോ കപ്പുച്ചിൻ അച്ഛന്മാരെ കുറിച്ച് സാധാരണക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ പിശാചുക്കൾ പിടിക്കുന്ന അച്ഛൻ തന്നെ പിശാചുബാധ ഉള്ളവനായിട്ട് തീർന്ന പോലെയാണ്. അതുകൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ ഈ കപ്പുച്ചിൻ സന്യാസ വൈദികൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കാര്യം പോലും അങ്ങ് സത്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്ന് തെളിവുകൾ സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ കാണുന്നതിൽ കുഴപ്പമാണോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഈ വീഡിയോ 3 പേരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിമർശന ബുദ്ധിയെ കാണുക. ഞാൻ അയച്ചു തന്നതിൻ്റെ പേരിലല്ല, നിങ്ങൾ വിമർശന ബുദ്ധിയെ കാണുക. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയുക. നിങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയുക. കാരണം ഞാനൊരു പക്ഷം പിടിച്ച് പറയുന്നു എന്നുള്ള തോന്നൽ വേണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു 3 പേരുടെ സാക്ഷ്യം കൂടി ഉണ്ടാകട്ടെ. അവരെന്നെ അറിയിച്ച കാര്യങ്ങൾ ഏകദേശം ഒരേ കാര്യങ്ങളാണ് 3 പേരും പറഞ്ഞത്. വാക്കുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷേ സെൻസൊക്കെ ഒന്നും തന്നെയായിരുന്നു. അതായത് ഒന്നുകിൽ ഈ കപ്പുച്ചിനച്ഛൻ ഈ ലോകത്തെ കാര്യങ്ങളൊന്നും അറിയാത്തവനോ അറിയില്ലെന്ന് നടിക്കുന്നവനോ ആണ്. അല്ലെങ്കിൽ പാവത്താൻ എന്ന് തോന്നിക്കുന്ന അയാൾ വാസ്തവത്തിൽ ക്രൂരനാണ്. 3, വിമതരുടെ വശീകരണത്തിലോ ഭീഷണിയിലോ വീണുപോയവനോ അല്ലെങ്കിൽ വിമത വൈദികരുടെ കൂട്ടത്തിലുള്ള ആളോ അല്ലെങ്കിൽ കപ്പുച്ചിൻ സന്യാസ സഭയിലെ അധികാരികൾക്ക് വിധേയപ്പെടാത്ത ആളോ ആണ്. ഇത് ഞാൻ അയച്ചു കൊടുത്ത 3 പേരുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായമല്ല. ഇനി ഈ കപ്പുച്ചിൻ സന്യാസ വൈദികൻ എന്ന് പറയുന്ന ആളുടെ വീഡിയോയിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. നിങ്ങൾ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അതേ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക. 1, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: സീറോ മലബാർ സഭയിലെ മെത്രാന്മാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകത്തിൽ മക്കൾ തെറ്റ് ചെയ്താൽ അവരെ പോലീസുകാരോട് അടുപ്പിക്കുന്ന ഒരു അപ്പനെയോ ഒരു അമ്മയെയോ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഞാൻ മറുപടി പറയാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. ലോകത്തുള്ള പല പോലീസ് സ്റ്റേഷനുകളിലും അപ്പനും അമ്മയും മക്കൾക്കെതിരെ കേസ് കൊടുത്തതിനുള്ള രേഖകൾ കാണും. കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്പന് മകനെതിരെയും മകൻ അപ്പനെതിരെയും തിരിക്കുമെന്ന്, അമ്മായിമ്മയും മരുമകൾക്കെതിരെയും തിരിക്കുമെന്ന്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വടിയുമായി വരണോ എന്ന് പൗലോസിലേക്ക് ചോദിച്ചിട്ടുണ്ട് കൊരിന്ത്യക്കാരോട്. ഞാൻ നിങ്ങൾക്ക് വടിയുമായിട്ട് വരണം ചോദിച്ചിട്ടുണ്ട്. ഈ നിങ്ങളുടെ തൊട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയാൽ അറിയാം, അപ്പൻ മകനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, അമ്മ മകൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഈ സന്യാസം ഇല്ലേ, കപ്പുച്ചിൻ സന്യാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ അന്വേഷിച്ചാൽ പോലും തെളിവുകൾ കിട്ടും. അല്ലെങ്കിൽ അച്ഛൻ ഈ ധ്യാനിപ്പിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് തെളിവുകൾ കിട്ടും. അപ്പനും അമ്മയും മക്കൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു മറ്റും.
ചിലപ്പോൾ ഈ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇത്തരം കേസുകളിൽ മാതാപിതാക്കൾ മക്കൾക്കെതിരെ കൊടുത്ത കേസുകളിൽ ഇടപെട്ടിരിക്കാനും സാധ്യതയുണ്ട്. സാധാരണ കപ്പുച്ചൻ സന്യാസ വൈദികരാണെങ്കിൽ ഇദ്ദേഹം സന്യാസത്തിൻ്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്ന ആളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2, മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരു അപ്പനും ഒരു അമ്മയും അവരെ പോലീസിനെ പിടിച്ചു കൊടുക്കില്ല, പോലീസുകാരോണ്ട് അവരടുപ്പിക്കുകയുമില്ല. ഈ കപ്പുച്ചൻ വൈദികൻ്റെ സന്യാസ വൈദികൻ എന്ന് പറയുന്ന ആളുടെ വാക്കുകളാണ്. ഈ അച്ഛൻ്റെ പ്രസ്താവന, ഈ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ പ്രസ്താവന ശരിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം 1-2 കേസുകളിൽ അനേകമാണ് മാതാപിതാക്കൾ മക്കളെ പോലീസിൽ കൊണ്ട് പിടിപ്പിച്ചത് നമ്മൾ കാണുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു മകൻ തീവ്രവാദിയായി അറിഞ്ഞപ്പോൾ അയാളുടെ അപ്പനും അമ്മയുമാണ് പോലീസിന് അറിവ് കൊടുത്തതും അറസ്റ്റ് ചെയ്യിപ്പിച്ചതും. അവൻ തീവ്രവാദ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മകനാണെങ്കിലും അവന് കൊന്നു കളയണമെന്നാണ് ആ അമ്മ പറഞ്ഞത്. ഇത് ഈ അടുത്ത കാലത്തുണ്ടായ വാർത്തയാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് തങ്ങൾ ആക്രമിക്കണമെന്ന മകനെതിരെ അപ്പനും അമ്മയും പോലീസിൽ പരാതിപ്പെട്ട വാർത്ത വന്നിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു? എത്ര ദിവസമായിട്ടുണ്ട്? ഒരു അപ്പനും അമ്മയും മക്കൾ പിഴച്ചു പോകണമെന്ന് ആഗ്രഹിക്കില്ലായിരിക്കാം. അവർ സ്വയം പിഴച്ചു പോയാലും മക്കൾ പിഴക്കരുതെന്നാണ്. എന്നാൽ അവർ അക്രമികളായാൽ, തീവ്രവാദ സംഘടനകൾ പോയാൽ, മയക്കുമരുന്ന് അടിമപ്പെട്ട് തങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ, തങ്ങളുടെ ജീവന് ഭീഷണി വന്നാൽ ഗതികേട് കൊണ്ട് അപ്പനും അമ്മയും പോലീസിനെ സമീപിക്കില്ലേ? ഇതൊന്നും ഈ കള്ളസന്യാസിക്ക് അറിയാഞ്ഞിട്ടല്ല. സത്യം പറയില്ലെന്നും നുണ പറയുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ സന്യാസ വ്രതവാഗ്ദാനം. കാരണം പിശാചിനോടാണ്, ഈശോയോടല്ല ഈ കള്ളസന്യാസി വ്രതവാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 3, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കള്ളസന്യാസിയുടെ വാക്കുകൾ. മക്കളെ സംരക്ഷിക്കാൻ തന്നെയാണ് ഓരോ അപ്പനും ഓരോ അമ്മയും നോക്കുന്നത്. പക്ഷേ നിങ്ങൾ പിതാക്കന്മാർ, മെത്രാന്മാർ അതല്ല ചെയ്തത്. നിങ്ങളുടെ കൈമുത്തി നിങ്ങളെ പിതാവേ എന്ന് വിളിച്ച് നിങ്ങളോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭയെ പടുത്തുയർത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ സഹവൈദികരെ നിങ്ങൾ പോലീസിനെ കൊണ്ട് അടുപ്പിച്ചു. അച്ചോ, കപ്പുച്ചനച്ചോ, അങ്ങയുടെ ഈ പ്രസ്താവന സത്യത്തിനൊട്ടും നിരക്കുന്നതല്ല. ഒന്നാമതായി, ഈ വിമത വൈദികർ മെത്രാന്മാർ ചേർന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി സഭയെ പടുത്തുയർത്തിയവരാണോ? മെത്രാന്മാരെല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞ് അവരെ ധിക്കരിച്ച് അവരുടെ ഈ എല്ലാ കത്തോലിക്കരുടെയും അമ്മയായ, ക്രിസ്ത്യാനിയുടെ അമ്മയായ സഭയെ പൊതുസമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കാവുന്നവൻ്റെ അറ്റം വരെ നാറ്റിച്ച് ആ സഭയെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. അവരാണോ ഈ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി സഭയെ പടുത്തുയർത്തുന്നത്? ഇടിച്ച് നിരത്തല്ലേ അവർ ചെയ്യുന്നത്. രണ്ടാമതായി, ഒരു വൈദികനെയും ഒരു പോലീസുകാരനും ആക്രമിച്ചിട്ടില്ല. അവർ മെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച് കയറിയിട്ട് 3-ാം ദിവസമാണ്, അതും അവിടുന്ന് പോകാൻ അനേകം പ്രാവശ്യം ശാന്തമായും സമയത്തോടെയും പറഞ്ഞതിന് ശേഷമാണ് ഒരു മർദ്ദനവും കൂടാതെ എടുത്ത് പുറത്ത് കടത്തിയത്. എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് അച്ചോ അങ്ങ് ഈ കള്ളം പ്രചരിപ്പിക്കുന്നത്? ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണും ചെയ്യാം. ജനുവരി 9-ാം തീയതി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30-ക്കാണ് വിമത വൈദികരെ അരമനയിൽ അതിക്രമിച്ച് കയറിയത്. അതറിഞ്ഞ പാടെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് നോക്കാം. വ്യാഴാഴ്ചത്തെ വീഡിയോ 2 മിനിറ്റ് താഴെയുള്ളൂ. ഈ അതിക്രമിച്ച് കയറിയ വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അത് വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ 9-ാം തീയതി, ജനുവരി 9 വ്യാഴാഴ്ച. 10-ാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞു. 11-ാം തീയതി ശനിയാഴ്ച, വ്യാഴം അവർ അതിക്രമിച്ച് കയറി, വെള്ളി അവരവിടെ കുത്തിയിരിക്കുകയല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അത് ഞാൻ പിന്നെ പറയാം. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുമ്പ്, ഞാൻ ഇതും വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 6 മണിക്ക് മുമ്പ് പോലീസ് അവർ പറഞ്ഞു 6 മണിക്ക് മുമ്പ് നിങ്ങൾ പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, പോലീസിൽ നിന്ന് കിട്ടിയ വാർത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞു, 6 മണിന്ന് അവരോട് പറഞ്ഞാലും ഞങ്ങൾ 9-9:30 വരെ കാക്കുമെന്ന് പോലീസ് നമുക്ക് അറിയിപ്പ് നൽകി. എന്നിട്ടും പോലീസ് 9:30-ക്ക് നടപടി എടുത്തില്ല. പുലർച്ചെ 5 മണി വരെ കാത്തിരുന്നു. ഇവർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്കായി അതിക്രമിച്ച് കയറി, വെള്ളി അവിടെ ബഹളം വെച്ചു, പ്രശ്നമുണ്ടാക്കി. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുമ്പ് പോകാൻ പറഞ്ഞവർ പോയില്ല. 12-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 5 മണിക്കാണ് ഈ വിമത വൈദികരെ 21 പേരെ അവിടെ നിന്നും പോലീസ് മാറ്റിയത്. അപ്പോൾ എനിക്കൊരു ചോദ്യം, ഈ വ്യാഴം മുതൽ ഞായർ പുലർച്ചെ വരെ വിമത വൈദികരെ അരമനയിൽ എന്ത് ചെയ്യുകയായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നോ? അല്ല. സങ്കടം പറയുകയായിരുന്നോ? അല്ല. എന്തിനാണ് അവർ പുതിയ താടും താക്കോലും കൊണ്ടുവന്ന് അരമനയിലെ മുറികളെല്ലാം പൂട്ടിയിട്ടത്? അതാണോ സമാധാനപരമായി സങ്കടം പറയാൻ വന്നവരെ? സങ്കടം പറയാനും വിഷമം പറയാനും വന്നെന്നാണ് ഈ കള്ളസന്യാസി പറയണേ.
ഇങ്ങനെയാണോ പരാതി പറയാനും പ്രതിഷേധിക്കാനും വരിക? ഇങ്ങനെയാണോ മെത്രമാരെ കാണാൻ പോവുക? എന്തിനാണ് വ്യാഴാഴ്ച അരമനൽ സ്റ്റാഫിനോട് നാളെ മുതൽ ഇവിടെ വന്നാൽ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞത്? ഈ അവിടെ വർക്ക് ചെയ്യുന്ന മൂന്ന് വൈദികര് ആ കള്ളസന്യാസി 3 വൈദികരെ കണ്ടിട്ടില്ല. അവർ മാർപ്പാപ്പ പറഞ്ഞതും മെത്രാന്മാർ പറഞ്ഞതും അനുസരിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഇവർ അതിക്രമിച്ച് കയറിയവരാ. ആ 3 വൈദികർ നിയമിക്കപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെ ഇങ്ങനെ തല്ലിപ്പൊളിക്കുന്ന തരത്തിൽ ചെയ്തുകൊണ്ട് വാടാ, ഇറങ്ങി വാടാ, തന്തയ്ക്ക് പറഞ്ഞ വാടാന്ന് പറഞ്ഞ് തേറി മാത്രം പറഞ്ഞ് ഈ 3 വൈദികരെ അവരെ ശ്വാസം മുട്ടിച്ച് ഭീഷണിപ്പെടുത്തി ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാക്കി. അതാണ് ഈ വിമത വൈദികർ ചെയ്തത്. എന്നിട്ട് പോലീസ് ഇവരെ ആക്രമിച്ചെന്നുള്ള നുണയാണ് പുറത്ത് ഇവർ പറയുന്നത്. വ്യാഴം, വെള്ളി, ശനി എന്ന് 3 ദിവസവും പിന്നെ ഞായർ പുലർച്ചെ വരെയും സംയമനം പാലിച്ച നമ്മുടെ പോലീസിനെ കുറിച്ചാണോ പോലീസ് അതിക്രൂരമായി ഞങ്ങളുടെ വിമത വൈദികരെ ആക്രമിച്ചെന്ന് പറയുന്നത്? എന്നിട്ട് ഏക ന്യൂസിൽ എന്താ പറയുന്നത്? അട്രോസിറ്റി ഓഫ് കേരള പോലീസ്. കേരള പോലീസ് എന്താണ് ഈ കള്ളസന്യാസിക്കെതിരെ എടുക്കാൻ പോകുന്ന സൈബർ പോലീസ് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കള്ളസന്യാസിക്ക് മനസ്സിലാകും പോലീസിനെതിരെ ഇല്ലാവചനങ്ങളും കിംവദന്തികളും പിന്നെ സമൂഹത്തിൽ സ്പർദ്ധയും മെത്രാന്മാർക്കെതിരെ ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞതിന് സൈബർ പോലീസിൻ്റെ വക നോട്ടീസ് കള്ളസന്യാസിക്ക് ഉടനെ വരും. 4 ഈ സന്യാസിയുടെ വാക്കുകൾ ഞാൻ വീണ്ടും പറയല്ല, അത് തുടരുകയാണ്. എന്ത് തെറ്റാണ് മെത്രാന്മാർ ഈ വൈദികര്, എറണാകുളം രൂപതയിലെ 25ഓളം വൈദികർ, 21 ശരിക്കും, ഇദ്ദേഹം പറയും 25 വൈദികർ നിങ്ങളോട് ചെയ്തത്? അവരുടെ മാതൃഭവനമായ അരമനയിലേക്ക് ബിഷപ്സ് കൗൺസിലേക്ക് അവർ വന്നു. അവരുടെ പ്രതിഷേധം അറിയിക്കാൻ വന്നു. അവരുടെ സങ്കടവും വിഷമവും അറിയിക്കാൻ തന്നെയാണ് അവർ വന്നത്. എന്താ ഇങ്ങനെ ഒഴുകാണ് എന്ത് മാധുര്യയുടെ വാക്കുകൾ. എന്ത് തെറ്റാണ് ഈ വിമത വൈദികർ ചെയ്തതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. മാവോയിസ്റ്റ് മാതൃകയിൽ ചിലർ ലോഹധരിയും ചിലർ ലോഹധരിക്കാതെയും ഈ അരമനയുടെ പുറകിൽ കൂടിയുള്ള വാതിലൂടെ അതിക്രമിച്ച് കയറി. അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വ്യാഴം, വെള്ളി, ശനി 3 ദിവസം ഒരു കൊന്തയുടെ ഒരു രഹസ്യം പോലും അവരോട് ചൊല്ലിയിട്ടില്ല. ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല. ഒരു പ്രാർത്ഥന യജ്ഞവും നടത്തിയിട്ടില്ല. ഒരു നിരാഹാര സമരവും നടത്തിയിട്ടില്ല. പാത്തും പതുങ്ങിയും ലോഹയിടാതെയും ലോഹയിട്ടും പിൻവാതിലൂടെ അതിക്രമിച്ച് കയറിയാണോ മാതൃഭവനത്തിലേക്ക് വരിക? മാത്രമല്ല അവർ പറഞ്ഞത് ഞങ്ങളുടെ സങ്കടം അറിയിക്കാൻ, ഞങ്ങളുടെ വിഷമം അറിയിക്കാൻ എന്നൊന്നല്ലല്ലോ, പ്രതിഷേധം അറിയിക്കാൻ എന്നാണോ പറഞ്ഞത്? അവർ തന്നെ മീഡിയയിലൂടെ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ക്രിമിനൽ കൂലിയായാണ്, അവരടിച്ച് പുറത്താക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങളല്ലാതെ മറ്റാരാണ് ശുദ്ധീകരണം നടത്തുക? അവരുടെ ഏക ന്യൂസിൽ വീഡിയോയിൽ കിടപ്പുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടെങ്കിൽ നോക്കിക്കോളൂ, പിൻവലിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കോളൂ. ഈ വിമത വൈദികർ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ സങ്കടം അറിയിക്കാൻ വന്നതല്ല, പ്രതിഷേധം അറിയിക്കാൻ വന്നതല്ല, വിഷമം പറയാൻ വേണ്ടി വന്നതല്ല, ഇവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ കൂലിയായെ എന്ത് കൊടുത്തും അടിച്ച് പുറത്താക്കാൻ വന്നതാണ്. അങ്ങനെ മാതൃഭവനത്തിലേക്ക് വരിക, അങ്ങനെ ബിഷപ്പ് ഹൗസിലേക്ക് വരിക, അങ്ങനെ മെത്രമാരെ കാണാൻ വരിക. കള്ളസന്യാസി നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ മേലധികാരി കാണാൻ പോകുന്നത്? 6 കള്ളസന്യാസിയുടെ വാക്കുകൾ. സങ്കടവും വിഷമവും പ്രകടിപ്പിക്കാൻ അവർ ഇവിടേക്കല്ലാതെ മറ്റെവിടേക്കാണ് പോകേണ്ടത്? നിങ്ങളോടല്ലാതെ മറ്റാരോടാണ് അവരുടെ വിഷമം പറയേണ്ടത് മെത്രാന്മാരെ? ഈ വിമത വൈദികർ മെത്രാസന മന്ദിരത്തിൽ അതിക്രമിച്ച കയറിയ സമയത്ത് ലോകത്തെല്ലാവർക്കും അറിയാം, മെത്രാന്മാർ മുഴുവൻ മൗണ്ട് തോമസിൽ, ഈ ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിലൂടെ ആസ്ഥാനത്തല്ലല്ലോ, മൗണ്ട് തോമസിൽ സിനഡിലാണ് ബോസ്കോ പിതാവും. അപ്പോൾ ബോസ്കോ പിതാവിനോട് മെത്രാന്മാരോട് സങ്കടം പറയാൻ മെത്രാന്മാർ ഇല്ലാത്ത സ്ഥലത്താണോ കപ്പിച്ചനച്ചോ പോകുക? ഞാനൊന്ന് ആവർത്തിക്കുക, മെത്രാന്മാരല്ല മൗണ്ട് തോമസില്ല. മെത്രാന്മാരുടെ സങ്കടം പറയാനായിട്ട് മെത്രാസന മന്ദിരത്തിൽ വന്നു എന്നല്ലേ നിങ്ങൾ പറയണേ? മെത്രന്മാരോട് ഇല്ലാത്ത സമയത്ത് മൗണ്ട് തോമസിൽ എല്ലാ മെത്രമാരും കൂടിയിരിക്കുമ്പോൾ മെത്രമാരില്ലാത്ത സ്ഥലത്ത് ചെന്നിട്ടാണോ സങ്കടം പറയുക? അപ്പം മെത്രമാരില്ലാത്ത സ്ഥലത്ത് ചെന്നിട്ട് ചുമരിനോടാണോ സങ്കടം പറയുക? മാത്രമല്ല, നമ്മളൊരു മെത്രാനെ കാണാൻ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയക്രമം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കും. അല്ലാതെ മാവോയിസ്റ്റ് രീതിയിൽ പാത്തും പതുങ്ങിയും അതിക്രമിച്ചും വെപ്പും കുടിക്കാനുള്ള സംഗതികളും ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെയാണോ നിങ്ങൾ മെത്രാനെ കാണാൻ പോകുക? അല്ല, എനിക്കറിയാൻ പാടില്ലാണ് ചോദിക്കുക. കപ്പിച്ചൻ സന്യാസഭയിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
പ്രൊഫഷണലിനെ കാണാൻ ചെല്ലുമ്പോഴോ സൂപ്പർജനെ കാണാൻ ചെല്ലുമ്പോഴോ പാത്രവും ചോറും കറിയും ചുറ്റികയും പുതിയ താഴും താക്കോലും അങ്ങനെയാണ് നിങ്ങൾ പോകുക. പിന്നെ കണ്ണടച്ചിരുട്ടാക്കാതെ അച്ചോ, എന്ത് വിഷമമാണ് അവർ പറയാൻ വന്നത് ഈ മെത്രാസന മന്ദിരത്തിൽ? മാർപ്പാപ്പയെ അനുസരിക്കില്ല എന്ന് അല്ലേ? മെത്രാന്മാരെ അനുസരിക്കുകയില്ല എന്ന് അല്ലേ? മെത്രാന്മാർ കള്ളന്മാരും കവർച്ചക്കാരുമാണ് എന്ന് അല്ലേ? മെത്രാന്മാരുടെ സർക്കുലർ മാർപ്പാപ്പയുടെ സർക്കുലർ വായിക്കില്ല എന്ന്, അച്ഛന്മാരുടെ നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്ന്, സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന്, മൂത്രപ്പരുടെ മുമ്പിൽ ഞങ്ങൾ മേശ വലിച്ചിട്ട് കുർബാന ചൊല്ലും, അത് തടയാൻ പാടില്ലെന്ന് അല്ലേ? നിങ്ങളന്ന് കുർബാന ചൊല്ലിയത് ഞായറാഴ്ച 12 ഞായറാഴ്ച കുർബാന ചൊല്ലിയത് എവിടെയാണ്? മൂത്രപ്പുരയുടെ മുമ്പിൽ അല്ലേ? എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിലെ മൂത്രപ്പുരയുടെ മുമ്പിലാണ് നിങ്ങൾ ഈ മേശ വലിച്ചിട്ട് എന്തൊരു സമരായുധം. ഞാനെങ്ങാനും അധികാര സ്ഥാനത്തായിരുന്നെങ്കിൽ ആ കുർബാന ചൊല്ലിയവരെ അന്ന് സഭയിൽ സസ്പെൻഡ് ചെയ്താനെ. അന്ന് എൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ ഞാനത് ചെയ്താനെ. ഇതിനേക്കാൾ കർത്താവിനെ അപമാനിക്കാനും ആക്ഷേപിക്കാനും കഴിയില്ല ഒരു വൈദികനും ഒരു അൽമായനും. അത് ക്ഷമിച്ച് പുറത്തിരിക്കുന്ന മെത്രാന്മാർക്ക് തൻ്റെ ഇടമില്ലെന്നാണ് ഞങ്ങൾ സാധാരണക്കാരൊക്കെ വിശ്വസിക്കുന്നത്. തൻ്റെ ഇടമുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ വിമത വൈദികൻ ഇന്ന് എറണാകുളത്ത് ഉണ്ടാകില്ല. ഒരൊറ്റ വൈദികൻ. കത്തോലിക്ക സഭയുടെ സർവ്വസന്നാഹം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടുന്ന് കെട്ടുകെട്ടിക്കുമായിരുന്നു. മാർപ്പാപ്പയെ അനുസരിക്കില്ല, സഭയുടെ കുർബാന ചൊല്ലില്ല, മെത്രന്മാർ കള്ളന്മാരാണ്, കവർച്ചക്കാരാണ്, സർക്കുലർ വായിക്കില്ല, അച്ഛന്മാരെ നിയമനം അംഗീകരിക്കില്ല, തോന്നിയ സ്ഥലത്ത് തോന്നിയ പോലെ കുർബാന ചൊല്ലും. നിങ്ങൾ അടിച്ച് നിരപ്പാക്കാണ് വേണ്ടത്. ശരിക്കും പോലീസിന് കാശ് കൊടുത്ത് നിങ്ങൾ തല്ലുകയാണ് വേണ്ടിയിരുന്നത്. കാശ് കൊടുക്കേണ്ട കാര്യമില്ല, അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു. സോറി അങ്ങനെ ഞാൻ പറഞ്ഞതിൽ. കാശ് കൊടുത്ത ഒക്കെ ഞാൻ പിൻവലിക്കുകയാണ്. അവരോട് പറഞ്ഞാൽ അടിച്ച് നിരപ്പാക്കാൻ പറയാണ് വേണ്ടിയിരുന്നത്. അത്രയും വൃത്തികെട്ട പരിപാടിയാണ് വിമത വൈദികർ ചെയ്തത്. വീണ്ടും കള്ളസന്യാസിയുടെ വാക്കുകളിലേക്ക്. കപ്പുച്ചൻ കള്ളസന്യാസി. കപ്പച്ചെന്ന വാക്ക് പറയാൻ എനിക്ക് മടിയുണ്ട്. കാരണം ഒരുപാട് നല്ല വിശുദ്ധരുണ്ട്. കപ്പച്ചൻ നല്ല വിശുദ്ധരായ വൈദികരുണ്ട്, നല്ലവരുണ്ട്. എന്നാലും ഈ വേഷട്ട് വന്നു പോയല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പ്രതിഷേധത്തിന് പല മുഖങ്ങളുണ്ട്. ഉപവാസത്തിലൂടെ പ്രതിഷേധിക്കാം, അക്രമത്തിലൂടെ പ്രതിഷേധിക്കാം, പ്രാർത്ഥനയുടെ പ്രതിഷേധിക്കാം. ഈ അച്ഛന്മാർ അരമനയിലേക്ക് വന്നത് ആരെയും ആക്രമിക്കാനല്ല, ബോസ്കോ പിതാവിനെയോ അവിടെയുള്ള അച്ഛന്മാരെയോ കൊല്ലാനോ അല്ല. എന്താന്ന് നോക്കിയ വാക്കുകൾ. ഒന്ന്, ബോസ്കോ പിതാവ് സ്ഥലത്തില്ല, അപ്പോൾ ബോസ്കോ പിതാവിനെ കൊല്ലാനും തല്ലാനും വന്നതല്ലെന്ന് ഞങ്ങൾക്കറിയാം. ബോസ്കോ പിതാവിനോട് പരാതി പറയാൻ ബോസ്കോ പിതാവ് ഇല്ലാത്ത സ്ഥലത്ത് വന്നു. ഭയങ്കര ഗംഭീരായി. ഇവിടെയുള്ള അച്ഛന്മാരെ ആക്രമിക്കാനല്ല ഞങ്ങൾ വന്നത്, ഈ വിമത വൈദികർ വന്നത്. പിന്നെന്തിനാണ് ഈ കപ്പച്ചൻ അച്ഛൻ്റെ തലയ്ക്ക് ഓളമുണ്ടോ? ഈ പുതിയ താഴും താക്കോലും കൊണ്ടുവന്ന് അവിടുത്തെ മുറികളൊക്കെ പൂട്ടിയിട്ടത് എന്തിനാണ് വ്യാഴം വെള്ളി ശനി 3 ദിവസം കുത്തിയിരിപ്പ്? പരാതി പറയാനോ? പ്രതിഷേധിക്കാനോ? ഇങ്ങനെ പ്രതിഷേധിക്കുക? ഉപവസിക്കാനോ? തീറ്റും കുടിക്കാനുള്ള സംഗതികളുമായിട്ടാണോ? അവരന്ന് പോയപ്പോൾ 2 ദിവസം തിന്നാനുള്ള സംഗതികൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു. അവർ പോലീസ് എടുത്തുകൊണ്ട് പോയല്ലോ പുലർച്ചയ്ക്ക്. അപ്പോൾ അവർ തിന്നാനും കുടിക്കാനും കൊണ്ടുവന്ന സംഗതികൾ 2 ദിവസത്തേക്കുള്ള സംഗതികൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. അതായത് പോലീസ് പുലർച്ചയ്ക്ക് അവരെടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവരവിടുന്ന് പോകുമായിരുന്നില്ല. പള്ളിയിലിരുന്ന് തിന്നും കുടിക്കും ചെയ്യാതെ അരമന കാണുമ്പം ഒരു ആക്രാന്തം. അവിടെ ഫുൾ ടൈം ഇരിക്കണം. അത്രേ ഈ അരമനയിൽ ഫുൾ ടൈം ഇരിക്കണം. പള്ളി പോയി ഇരിക്കല്ല, സഭയുടെ കുർബാന ചൊല്ലല്ല, അരമനയിൽ ഇരിക്കണം. എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അരമനയിൽ ഇരുന്നാൽ നിലത്തിരുന്നാലും കുഴപ്പമില്ല, മുറ്റത്തിരുന്നാലും കുഴപ്പമില്ല, അരമനയിൽ ഇരിക്കണം. ഞങ്ങൾക്ക് അരമനയിൽ ഇരിക്കണം. ഈ സഭ നിയമിച്ച, ഔദ്യോഗികമായി നിയമിച്ച, പിൻവാതിൽ നിയമിച്ചതല്ല. ഈ അച്ഛന്മാരെ മുറികളിൽ പൂട്ടിയിട്ട് അവർ വാതിലിൽ മുട്ടി ഓസ്തി ചോദിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തുണി പൊക്കി കാണിച്ച്, ഒളോഹ പൊക്കി കാണിച്ച്, കൊട്ടേഷൻ സംഘങ്ങൾ പോലും ഇത്തരം തറയാകില്ല. തെറി പറഞ്ഞ് ആക്രോശിച്ചും ഭീഷണിപ്പെടുത്തിയും അങ്ങനെയായിരുന്നു വിമത വൈദികർ അവർ പെരുമാറിയത്. ഇനി വീണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ സന്യാസ വൈദികൻ്റെ, കപ്പുച്ചിൻ സന്യാസി എന്ന് അവകാശപ്പെടുന്ന ആളുടെ എന്താണ് അവിടെ സംഭവിച്ചത്? അന്ന് രാത്രി എല്ലാവരും ഉറക്കമായപ്പോൾ
പാതിരാത്രിയായപ്പോൾ അരമന എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് എല്ലാ CCTVകളും ഓഫ് ചെയ്ത് മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെ കേരള പോലീസ് ഈ വൈദികരോട് പെരുമാറി. എന്ന് രാത്രി അത് അച്ഛൻ പറഞ്ഞിട്ടില്ല. എന്ന് രാത്രി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ അതിക്രമിച്ച് കയറിയത് 9-ാം തീയതി വ്യാഴാഴ്ച. വെള്ളിയാഴ്ച രാത്രിയും പകൽ അവർ അവിടെ ഇരുന്നു. ശനിയാഴ്ച അവിടെ ഇരിക്കുകയാണ്. പോലീസിന് ക്ഷമ മുഴുവൻ കെട്ടു. എത്ര ദിവസമായി? തീപ്പും പ്രാർത്ഥനയോ ഒന്നുമില്ല. ഒരു കൊന്തയുടെ ഒരു രഹസ്യം പോലും അവർ ചൊല്ലിയിട്ടില്ല. ഞാനിത് ഏത് കോടതി വേണം തെളിയിക്കാം. എൻ്റെ തെളിവുകളുണ്ട്, ദൃക്സാക്ഷികളുണ്ട്, പോലീസുകാരുണ്ട്, അല്ലാത്തവരുണ്ട്. എന്നിട്ട് ബഹളത്തോട് ബഹളം, ആക്രമണം. ഇതൊക്കെ കഴിഞ്ഞ് പോലീസ് പറഞ്ഞു വൈകിട്ട് 6 മണിക്കെങ്കിലും പോകണം. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. ഞാൻ നിങ്ങൾ പറഞ്ഞതാണ്, ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും പോലീസ് നമ്മളെ അറിയിച്ചു 6 മണി നമ്മൾ ഡെഡ് ലൈൻ കൊടുത്താൽ നമ്മൾ ഒരു 9:30-10 വരെ വെയിറ്റ് ചെയ്യാം. പോലീസ് പിന്നെയും ക്ഷമിച്ചു. പുലർച്ചെ 5 മണി വരെയും പോകാതായപ്പോൾ അവരെ എടുത്ത് മാറ്റി. അതാണ് ഒന്നാമത്തെ കാര്യം. 2, CCTV ക്യാമറകൾ ഓഫ് ചെയ്തത് ആരാണ്? കപ്പച്ചനച്ചോ? പോലീസാണോ അതോ വിമത വൈദികരാണോ? തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സമരായുധങ്ങളും വെപ്പും കുടിയുമായിട്ടുള്ള സംഗതികളും ആരും കാണാതിരിക്കാൻ CCTVകൾ ഓഫ് ചെയ്തത്, മറച്ചത് എല്ലാം വിമത വൈദികരാണ്, പോലീസല്ല. വിമത വൈദികര്. അവരുടെ ഈ കപ്പച്ചനച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരുമകളായ വിശുദ്ധരായ വിമത വൈദികര്. പ്രാർത്ഥനയജ്ഞം നടത്താനോ കൊന്ത ചൊല്ലാനോ അല്ല അവർ വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ CCTV ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ആരും പോലീസിനെ വിളിച്ചു വരുത്തുമായിരുന്നില്ല. അവർ അക്രമ സ്വഭാവം കാണിക്കുകയും ആക്രോശിക്കുകയും ബഹളം വയ്ക്കുകയും വാതിട്ട് കുട്ടുകയൊക്കെ ചെയ്തപ്പോഴാണ്, അത് കാണാതിരിക്കാനാണ് അവർ CCTV ക്യാമറകൾ ഓഫ് ചെയ്തത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, പ്രാണനും ഭീഷണി വന്നു കഴിഞ്ഞപ്പോഴാണ് ബന്ധപ്പെട്ട അധികാരികൾ പോലീസിനെ അറിയിച്ചത്. അവിടെ ജോലി ചെയ്തിരുന്ന 3 വൈദികർ ക്രിമിനലുകളാണെന്നും അവർ ഏത് മാർഗത്തിലെയും ഒഴിപ്പിക്കുമെന്നും ആക്രോശിച്ച് ആക്രമിക്കാൻ തയ്യാറെടുത്തപ്പോഴാണ് പ്രാണരക്ഷാർത്ഥം അവർ പോലീസിനെ വിളിച്ചത്. മക്കൾ അപ്പനെയും അമ്മയെയും ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും കൊല്ലാനും തുനിഞ്ഞാൽ അവർ പ്രാണരക്ഷാർത്ഥം പോലീസിനെ വിളിക്കില്ലേ? കപ്പിച്ചനച്ചോ? അച്ഛനായിരുന്നു ആ കൂരിയയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇവർ വരുന്നതിന് മുമ്പേ ഒന്നില്ലെങ്കിൽ ഓടിപ്പോയാനേ, അല്ലെങ്കിൽ പട്ടാളത്തെ വിളിച്ചാനേ. 9, ഈ കപ്പിച്ചനച്ചൻ്റെ 9ാമത്തെ, വൈദികരെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, അവരുടെ തിരുവസ്ത്രം വലിച്ചു കീറിയ രംഗങ്ങൾ. അങ്ങേക്ക് തെറ്റി. ഇത്രമാത്രം സംയമനം പാലിച്ച പോലീസിനെ നമുക്ക് ലോകത്ത് കാണാൻ കിട്ടില്ല. ഇവർ വൈദികരല്ലേ, എത്ര തെമ്മാടിത്തരം കാണിക്കുകയാണെങ്കിലും വൈദികരല്ലെന്ന് കരുതി അങ്ങേയറ്റം സംയമനം പാലിച്ചു, ശാന്തത പാലിച്ചു. എന്നാൽ അവരെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ, അവർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ എന്ന ലക്ഷ്യത്തോടെ അറസ്റ്റ് ചെയ്ത് അച്ഛന്മാരെ കൊണ്ടുപോയാൽ ജനങ്ങൾ ഇളകി വരും, സഹതാപ തരംഗമുണ്ടാകും, തിരുവസ്ത്രം വലിച്ചു കീറി പരിശുദ്ധമായ സ്ഥലം പോലീസ് കയ്യേറി, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നാട്ടിൽ പ്രശ്നമുണ്ടാക്കാമെന്ന് കരുതി പോലീസിനെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അതിലെ ചില വൈദികർ പോലീസിനെ ആക്രമിക്കാനായിട്ട് തുനിഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ ആ ആക്രമിക്കാൻ ചെന്ന വൈദികരെ പോലീസുകാരൻ തടഞ്ഞു. ആ പോലീസുകാരൻ തള്ളിയിട്ട് അങ്ങവരുടെ വാരിയെല്ലാം പൊട്ടിച്ച് ഓടുന്ന പോക്കിൽ തെങ്ങിലോ കവുങ്ങലോ ഇടിച്ചിട്ടാണ് ആ അച്ഛന് പരിക്ക് പറ്റിയത്. അത്ര വലിയ പരിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരിക്ക് പറ്റിയ ആൾ ആശുപത്രി പോകാതെ ആശുപത്രി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് തുണിയൊക്കെ അഴിച്ചിട്ട് ഈ എന്നെ ആക്രമിച്ചേ എന്ന് പറഞ്ഞ് സഹതാപ തരംഗം ഉണ്ടാക്കി. അത് ഏക ന്യൂസ് ആ കാപഢ്യം അങ്ങനെ തന്നെ സത്യമായിട്ട് അവതരിപ്പിച്ചു. ലോക വലിച്ചു കീറിയത് അങ്ങോര് തന്നെ, കൈ ചെന്നിടിച്ചത് അങ്ങോര് തന്നെ, പോലീസ് അടിച്ചതൊന്നുമല്ല. ഇനി വീണ്ടും ഈ കപ്പച്ചൻ സന്യാസി, പോലീസ് എല്ലാ CCTV ഓഫ് ചെയ്തു. പക്ഷേ ഒരു CCTV അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത CCTV ആയി അവിടെ ഉണ്ടായിരുന്നു. അതിലൂടെ ലോകം മുഴുവൻ പോലീസിന് അക്രമം കണ്ടു. അത് ദൈവത്തിൻ്റെ കണ്ണായിരുന്നു. ആ കണ്ണിലൂടെ ലോകം മുഴുവൻ കണ്ടു എന്താണ് നടന്നതെന്ന്. ഈ കപ്പച്ചൻ സന്യാസിയുടെ വാക്കുകളാണ്. ഈ വിമത വൈദികരെ നല്ല നുണ പറയാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് കപ്പച്ചനച്ഛനെ. ഞാൻ ആവർത്തിക്കുന്നു, വിമത വൈദികരാണ് CCTV ഓഫ് ചെയ്തത്. കാരണം അതിനുള്ളിൽ അവർ പ്രാർത്ഥിക്കുകയായിരുന്നില്ല. ഒരു കൊന്തയുടെ രഹസ്യം പോലും അവർ ചൊല്ലിയില്ല. പോലീസുകാർക്ക് CCTV ഓഫ് ചെയ്യാൻ പറ്റിയില്ല അത്രേ. അവരല്ലാതെ ചെയ്തത്. അതുകൊണ്ടാണ് അവരെ ചെയ്തെങ്കിൽ അവർക്ക് പറ്റാത്ത വല്ല കാര്യമുണ്ടോ? അവർക്കത് ഓഫ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അവർ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ലേ പോലീസ്.
തെമ്മാടിത്തരം കാണിച്ചത് വിമത വൈദികരാണ്. ഏതാണ് ഓഫാക്കി വെക്കേണ്ടത്, ഏതാണ് ഓണാക്കി വെക്കേണ്ടത്, തങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഇതെല്ലാം ആസൂത്രണം ചെയ്തത് വിമത വൈദികരാണ്. ഈ കപ്പച്ചൻ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരുമകളായ വിശുദ്ധരായ വിമത വൈദികർ. പിന്നെ കപ്പച്ചനച്ചോ അങ്ങ് അറിയാതെയാണെങ്കിൽ ഒരു സത്യം പറഞ്ഞു പോയി. ദൈവത്തിൻ്റെ കണ്ണ്, അതെ, ആ കണ്ണിനെ പറ്റിക്കാൻ ഈ കപ്പച്ചൻ സന്യാസിക്കോ അച്ഛൻ്റെ അരുമകളായ വിമത വൈദികർക്കോ കഴിയില്ല, ആർക്കും കഴിയില്ല. 11 ഈ സന്യാസ വൈദികൻ്റെ വാക്കുകൾ. പ്രിയ മെത്രാന്മാരെ, എന്ത് തെറ്റാണ് ഈ വൈദികർ ചെയ്തത്? ഞാനൊരു സന്യാസിയാണ്, കപ്പച്ചൻ സന്യാസ വൈദികനാണ് ഞാൻ. ഞങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സങ്കടം പറയാൻ അവകാശമില്ലേ? ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ അവകാശമില്ലേ? നിങ്ങൾ പറയുന്ന കാരുണ്യവും സിനോഡാലിറ്റിയും നിങ്ങളുടെ സർക്കുലറുകളിൽ മാത്രമാണുള്ളത്. ഇതിൽ പല കാര്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ വിമത വരി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ പറയട്ടെ. സഹപ്രവർത്തകരല്ലേ ഞങ്ങൾ? സഹപ്രവർത്തന വാക്കിൻ്റെ അർത്ഥം എന്താണ് സന്യാസി അച്ചോ? കൂട്ടുവേലക്കാർ എന്നതിന് കൂട്ടത്തിൽ നിന്ന് വേല വയ്ക്കുന്നവർ, പാര വയ്ക്കുന്നവർ എന്നാണ് അർത്ഥം. മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കില്ല എന്നാണോ അതിനർത്ഥം? എന്ത് തോന്നിയാസം ഞങ്ങൾ കാണിച്ചാലും, എന്ത് തെമ്മാർത്തി ഞങ്ങൾ കാണിച്ചാലും കാരുണ്യം കാണിക്കണമെന്നാണോ അതിൻ്റെ അർത്ഥം? സത്യത്തിൽ അൽമായ വിശ്വാസികളുടെയും സാധാരണക്കാരുടെ എല്ലാവരുടെയും വിശ്വാസം മെത്രാന്മാർ അതും അമിതമായി കരുണ കാണിച്ചു എന്നാണ്. അമിതമായി സിനഡാലിറ്റി കാണിച്ചതാണ് അബദ്ധമായത്. സഭയിൽ ജനാധിപത്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് റോളില്ല എന്ന വിമത വൈദികരുടെ എന്നാണ് വിമത വൈദികർ സിനഡാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എറണാകുളത്തെ കാര്യം എറണാകുളത്തെ ഏതാനും വൈദികർ, വിമത വൈദികർ തീരുമാനിക്കും. അതിൽ മാർപ്പാപ്പയ്ക്കോ മെത്രാന്മാർക്കോ മെത്രാൻ സിനഡിനോ കൈകടത്താൻ അവകാശമില്ല എന്നാണ് സിനഡാലിറ്റി കൊണ്ട് വിമത വൈദികർ ഉദ്ദേശിക്കുന്നത്. മെത്രാന്മാർ അല്പം തൻ്റെ ഇടം കാണിച്ചിരുന്നെങ്കിൽ പണ്ടേ ഈ വിമതര് സഭയ്ക്ക് പുറത്തു പോയാനേ, സഭയിൽ സമാധാനം ഉണ്ടായാനേ, സഭ ഇങ്ങനെ നാറില്ലായിരുന്നു, ജനങ്ങളുടെ വിശ്വാസം നശിക്കില്ലായിരുന്നു. ജനങ്ങളുടെ വിശ്വാസം നശിച്ചതിൽ മെത്രാന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് കൈ കഴുകാൻ കഴിയില്ല. വീണ്ടും ഈ കള്ളസന്യാസിയുടെ വാക്കുകൾ. മെത്രാന്മാരെ, നിങ്ങളെ നയിക്കുന്നത് ഈശോയല്ല, ഈഗോയാണ്. പ്രാസോപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കപ്പിച്ചിനച്ചൻ. പക്ഷെ ഒരു വാക്ക് തെറ്റി. മെത്രാന്മാരെ എന്നല്ല, വിമത വൈദികരെ എന്നാണ് പറയേണ്ടത്. വിമത വൈദികരെ, നിങ്ങളെ നയിക്കുന്ന ഈശോയല്ല, ഈഗോയാണ്. 13 ഈ മുറിവേറ്റ വൈദികർ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാൻ പോലുമോ ബോസ്കോ പിതാവോ പാമ്പളാനി പിതാവോ തട്ടിൽ പിതാവോ അവർക്കൊന്നും തോന്നിയില്ല. വളരെ സങ്കടകരമാണിത്. ആരാ പറയുന്നത്? ഈ സന്യാസ വൈദികൻ, കപ്പിച്ചൻ സന്യാസി എന്ന് അവകാശപ്പെടുന്ന ആള്. ആസൂത്രണം ചെയ്ത് ആക്രമിക്കുക, മനഃപൂർവ്വം പോലീസിനെ പ്രകോപിപ്പിക്കുക, അത് നടക്കാതെ വരുമ്പോൾ സ്വയം മുറിവേൽപ്പിക്കുക, ഭ്രാന്തന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വിമത വൈദികർ ചെയ്തത്. എന്നിട്ട് സ്വയം മുറിവേറ്റ് കഴിഞ്ഞിട്ട്, സ്വയം തെങ്ങിലോ കവലിലോ ചെന്ന് ഇടിച്ചു കഴിഞ്ഞിട്ട്, ഞങ്ങളെ കാണാൻ മെത്രാന്മാർ വന്നില്ല, ഞങ്ങളെ കാണാൻ ബോസ്കോ പിതാവ് വന്നില്ല, ഞങ്ങളെ കാണാൻ തട്ടിൽ പിതാവ് വന്നില്ല, ഞങ്ങളെ കാണാൻ പാമ്പ്ലാനി പിതാവ് വന്നില്ല. അങ്ങനെ പിന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ വിളിച്ചു വരുത്തുക, ബഹളം വയ്ക്കാനായിട്ട് കളക്ടർ ഉൾപ്പെടുത്തുക. എന്നിട്ട് കളക്ടർ നിർബന്ധിച്ച് തിരിച്ചുപോയ പാമ്പ്ലാനി പിതാവിന് വിളിച്ചു വരുത്തുക. അവർ ഇന്ന് പോകട്ടെ, ഇന്ന് അവർ വീടുകളിലേക്ക് പോകട്ടെ, ഞാൻ 21 തീയതി വന്നിട്ട് കാണാം, അതല്ലാതെ ഒരു ഒത്തുതീർപ്പില്ല എന്ന് പറയേണ്ടതായിരുന്നു. അങ്ങനെയല്ലേ പറയേണ്ടത്? കളക്ടറോട് പറയണം, ഇപ്പോൾ അവർ വീട്ടിലോട്ട് പോകട്ടെ, 21 തീയതി നമുക്ക് കാണാം. അവർ വീട്ടിലോട്ട് പോകാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ബലം പ്രയോഗിക്കാം എന്നാണ് പാമ്പ്ലാനി പിതാവ് പറയേണ്ടിയിരുന്നതാണ് എനിക്ക് തോന്നണേ. എന്നാലും മെത്രാന്മാർ പാമ്പ്ലാനി പിതാവും കരുണ കാണിച്ചു. എന്നിട്ട് ഇവർ ചോദിക്കുക, ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, വന്നില്ല. സങ്കടകരമാണത്. അവർ ചെയ്തതൊന്നും സങ്കടകരമല്ല കേട്ടോ. 14 ഈ കപ്പച്ചൻ കള്ളസന്യാസി. നിങ്ങളുടെ പുറകിൽ കന്യാസിമാരും കൽദായവാദികളുമുണ്ട്. ഇപ്പോഴാണ് ഈ കപ്പച്ചനച്ഛൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ഭാഷ, ശൈലി, ഇതൊക്കെ ആരെഴുതി കൊടുത്തതാണ്? എറണാകുളത്തെ വിമത വൈദികർ. ഈ കൽദായവാദികളുടെ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ആരാണ്? വിമത വൈദികർ. സ്ഥിരം പല്ലവിയാണ് അവരുടെ. ഇതിനുള്ള ഉത്തരം ഞാൻ അനേകം വീഡിയോയിലൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ അറിഞ്ഞൊരു സത്യം, അതും വളരെ വിശ്വസനീയമായി ഉറവൻ കിട്ടിയ സത്യം ഞാൻ പറയാം. വിമത വൈദിക നേതാക്കന്മാർ ചെമ്മാച്ചന്മാരോട് പറഞ്ഞിരിക്കുകയാണ്, അച്ഛന്മാരോട് പറഞ്ഞു, എറണാകുളം കമ്മാലി അതുപോലെ ചില അച്ഛന്മാരോട് പറഞ്ഞിരിക്കുകയാണ്, മാണിപ്പറമ്പിലച്ഛൻ്റെ വീഡിയോ കാണരുത്. സബ് ഡീക്കന്മാരോടും ഡീക്കന്മാരോടും അതിന് താഴെയുള്ളവർ പറഞ്ഞിരിക്കുകയാണ്, മാണിപ്പറമ്പിലച്ഛൻ്റെ വീഡിയോ കാണരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിലക്കിയിരിക്കുന്നത്? നരികുളച്ചൻ പറയുന്ന നുണ മാത്രമേ
ഇവർ കേൾക്കാൻ പാടുള്ളൂ. മാണിപ്പറമ്പിലച്ചൻ പറയുന്ന സത്യം കേട്ടാൽ സത്യം അവരെ ഈ വിമത അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരാക്കും. അതുകൊണ്ട് കൽപ്പന കൊടുത്തിരിക്കുകയാണ് ചമ്മാച്ചന്മാർക്ക്, മാണിപ്പറമ്പിലച്ചൻ്റെ വീഡിയോ കാണരുത്. പക്ഷെ നിങ്ങളങ്ങനെ വിലക്കിയാൽ വചനത്തിന് വിലങ്ങ് വെക്കാൻ പറ്റുമോ? വിമത വൈദികരെ, ദൈവവചനത്തിന് വിലങ്ങ് വെക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ വിലങ്ങ് വെക്കാം, എന്നെ വേണമെങ്കിൽ കൊല്ലാം നിങ്ങൾക്ക്. പക്ഷേ തിരുവചനത്തിന് വിലങ്ങ് വെക്കാൻ കഴിയില്ല, സത്യത്തിന് വിലങ്ങ് വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 15 ജനുവരി 12 വന്നു ചേർന്ന കന്യാസ്ത്രീമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നീണ്ട വ്യാഖ്യാനമുണ്ട്. ഈ അച്ഛന്മാരെ എടുത്തുകൊണ്ട് പോയി തല്ലിച്ചതച്ചെങ്ക പറഞ്ഞിട്ട് കുറച്ച് പേരെ വിളിച്ചു വരുത്തിയല്ലോ, ഒരു 500ഓളം പേര്. അവരുടെ കണക്ക് ശരിയാണെങ്കിൽ തന്നെ 1500 പേര്. ഇനി കണക്ക് എൻ്റെ കണക്ക് തെറ്റിന്ന് വിചാരിക്കുക, 500 പേരെന്നാണ് എൻ്റെ ഒരു കണക്ക്. ഇനി അവർ പറഞ്ഞ കണക്ക് 1500 ആണെങ്കിൽ 1500 അംഗീകരിക്കുക. ഈ 1500 പേര്, അതിൽ കുറച്ച് കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെ ഈ സന്യാസിയുടെ വ്യാഖ്യാനമുണ്ട്. വളരെ വിശദമായ വ്യാഖ്യാനമാണ്. അതിൻ്റെ ഒരു രക്തചുരുക്കം ഞാൻ പറയാം. ഈ കന്യാസ്ത്രീമാർ ഈശോ കുരിശുമായി കാൽവരിലേക്ക് പോയപ്പോൾ ഇടപെട്ട സ്ത്രീകളുടെ പ്രതിനിധികളാണ്. ക്ലോദിയ എന്ന് പറയുന്ന പീലാത്തോസിൻ്റെ ഭാര്യ, ഓറസിലും പുത്രിമാർ, പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ അമ്മ, വെറോനിക്ക തുടങ്ങിയ സ്ത്രീകളെ പോലെയാണ് ഈ അച്ഛന്മാരെ ആശ്വസിപ്പിക്കാൻ, ഈശോയെ ആശ്വസിപ്പിക്കാൻ വന്ന സ്ത്രീകളെ പോലെയാണ് ഈ അച്ഛന്മാരെ, മുറിവേറ്റ അച്ഛന്മാരെ ആശ്വസിപ്പിക്കാൻ കന്യാസ്ത്രീമാർ വന്നത്. വിമത വൈദികരെ ഈശോയെ പോലെയാണെന്നും ഈശോയെ പീലാത്തോസിനെ ഏൽപ്പിച്ചു കൊടുത്ത പുരോഹിത പ്രമുഖരെ പോലെയാണ് മെത്രാന്മാരെന്നും ഈ കള്ളക്കപ്പൂച്ചൻ കന്യാസി വ്യാഖ്യാനിക്കുന്നുണ്ട്. മെത്രാന്മാരത് കേട്ടിട്ടുണ്ടാവോ? കേട്ടെങ്കിൽ ആ സന്യാസ വൈദികനെതിരെയും അദ്ദേഹത്തിൻ്റെ പ്രൊമോഷനെതിരെയൊക്കെ ചില നടപടികളെടുത്താൽ നിങ്ങൾ മെത്രാന്മാരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നേനെ. ഈ വിമത വൈദികരാണ് ശരിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അത്രേ ഇത്തരം കന്യാസ്ത്രീമാരും ജനങ്ങൾ ഓടിക്കൂടിയത്. ഇത് കണ്ട പുറജാതിക്കാർ പോലും വിശ്വസിച്ചു എന്നാണ് ഈ സന്യാസ വൈദികൻ പറയണേ. എന്ത്? വിമത വൈദികരാണ് ശരിയെന്ന് പുറജാതിക്കാർ പോലും, അന്യമതസ്ഥർ പോലും വിശ്വസിച്ചു അത്രേ. ഞാൻ ഈ കന്യാസ്ത്രീമാരുടെ മേലധികാരികളുമായിട്ടൊന്ന് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞാൻ വെളിപ്പെടുത്താം. അവരാരും കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്ന് വന്നവരല്ല. ലിസി ആശുപത്രിയിലും മറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. അതിന് ഡയറക്ടർമാർ വിമത വൈദികരാണ്. അപ്പോൾ അവരെ ഈ വിമത വൈദികർ അനുസരിച്ചില്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടും. അതൊരു ഭീഷണിയാണ്, ചെകുത്താനും കടലിനിടയിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യും അവർ? ഈ കന്യാസ്ത്രീമാർ ഭീഷണിക്ക് വഴങ്ങി ഗതികേട് കൊണ്ട് വന്നവരാണ്. അതിൽ ഒരാളെങ്കിലും മരിയഗോരത്തെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പിന്നെ പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോദിയയ്ക്ക് ഒരു ദർശനം കിട്ടിയതിൻ്റെ പേരിലാണ് അവർ ഈശോയ്ക്ക് വേണ്ടി ഇടപെട്ടത്. ഈ കന്യാസ്ത്രീമാരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വെളിപാടുണ്ടായതായി ഞാൻ അറിഞ്ഞില്ല. ഭീഷണിയാണ് അവർ നേരിട്ടത്. ഓറസിലും പുത്രന്മാരെ കർത്താവിനെ സാന്ത്വനിപ്പിക്കാനാണ് വന്നത്. ഈ കന്യാസ്ത്രീമാർ വന്നത് കർത്താവിനെ വേദനിപ്പിക്കാനാണ്. വെറോനിക്ക വന്നത് സ്നേഹം മൂലമാണ്. ഈ കന്യാസ്ത്രീമാർ വന്നത് ഭീഷണിക്ക് വഴങ്ങി ഗതികേട് കൊണ്ടും. പിന്നെ അന്യമതസ്ഥരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചാണ് ചോദിച്ചത്, എന്താണ് ഈ വിമത വൈദികരെ നിലവിട്ട് പെരുമാറുന്നതെന്ന്. സാധാരണ കൊള്ളസംഘങ്ങൾ പോലും ഇതിനേക്കാൾ മാന്യമായി പെരുമാറും. മാർപ്പാപ്പി അനുസരിക്കാത്തത് എന്ത് എന്നാണ് മറ്റ് മതസ്ഥർ ചോദിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അച്ചടക്കം എന്ന് കരുതിയത് മാർപ്പാപ്പ പറഞ്ഞാൽ അനുസരിക്കുമെന്നാണ്. അന്യമതത്തിൽപ്പെട്ട പോലീസുകാർ വിമത വൈദികരുടെ തറ വേല കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും വൃത്തികെട്ടവരാണോ കത്തോലിക്ക സഭയിലെ വൈദികർ എന്നാണ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പോലീസിനെതിരെ എല്ലാ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ കപ്പച്ചൻ വൈദികനെതിരെ സൈബർ പോലീസ് കേസെടുക്കുമെന്നാണ് എൻ്റെ അറിവ്. ഇനി വേറെ ഇടപെട്ട കേസ് ഇല്ലാണ്ടാക്കും എനിക്ക് അറിഞ്ഞോട്ടെ. ഇപ്പോഴത്തെ അറിവ് സൈബർ പോലീസ് കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എനിക്ക് ഈ കള്ള കപ്പച്ചൻ സന്യാസിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ വിമത വൈദികർ പൗരത്യ തിരുസംഘത്തിൻ്റെ തലവൻ്റെ കോലം കത്തിച്ചത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയായിരുന്നോ? ഇവർ അരുമകളായിരുന്നോ? സങ്കടം പറയലും പ്രതിഷേധം അറിയിക്കൽ ഇങ്ങനെയാണോ? അതിനെതിരെ അന്നും ഇല്ലേ കപ്പച്ചൻ സന്യാസി അങ്ങ് ജീവിച്ചിരിപ്പില്ലേ? അങ്ങ് അത് പ്രതികരിക്കാതിരുന്നത് വായിൽ പിരിവെട്ടി കിടന്ന കാരനാണോ? പട്ടാളക്കാരെ കർത്താവിന് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുൾമുടി ധരിപ്പിക്കുകയും ചെയ്തതുപോലെ 33 വിമത വൈദികര് ആഭിചാര കുർബാന 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഭിചാര കുർബാന ചൊല്ലി കർത്താവിനെ പീഡിപ്പിച്ചപ്പോൾ അച്ഛൻ്റെ ഈ ധാർമ്മിക രോഷം, വാത്സല്യം, കരുണ അതൊക്കെ എവിടെ പോയി? മാർപ്പാപ്പ നേരിട്ട് നിയമിച്ച അപ്പസ്തോലിക്കൽ ഡെലഗേറ്റിനെതിരെ കുപ്പിയേറ് നടത്തിയപ്പോൾ അങ്ങയുടെ വായിൽ നാക്കില്ലായിരുന്നോ? അങ്ങയുടെ ഈ അരുമ വിമതരെ ഉപദേശിക്കാനെങ്കിലും.
മെത്രാമാർ നിയമിക്കുന്ന വൈദികരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ വിമത വൈദ്യർ ഉപരോധം ഏർപ്പെടുത്തി വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അച്ഛന്മാരെ, നിയമപ്രകാരം നിയമിക്കപ്പെട്ട അച്ഛന്മാരെ ഉപരോധിക്കുമ്പോൾ, അതും അങ്ങയുടെ അരുമകളെന്ന് വിളിക്കപ്പെടുന്ന, അങ്ങ് അരുമകളെന്ന് വിളിക്കുന്ന ഈ വിമത വൈദികരെ ഉപരോധിക്കുമ്പോൾ എന്തേ അങ്ങ് മൗനം പാലിക്കുന്നു? അത് അങ്ങയുടെ മൗനം പാപമാണ്, മാരക പാപമാണ്. മേലിൽ ഇത്തരം തട്ടിപ്പുകളുമായി ഇറങ്ങരുത്. അങ്ങ് ലോക്കപ്പിലോ ജയിലിലോ കിടക്കേണ്ടി വരും. അങ്ങ് ഏത് പോലീസിനെതിരെയാണോ ഈ ഇല്ലാവചനം പ്രചരിപ്പിക്കുന്നത്, അതേ പോലീസുകാർ തന്നെ അങ്ങ് പിടിച്ചിടും. അതുകൊണ്ട് ഈ വിമത വൈദികർ പറയുന്നതും കേട്ടുതുള്ളി ഇങ്ങനെ വീഡിയോയിലും വന്ന് പ്രചരിപ്പിക്കരുത്. ഇത് അങ്ങയുടെ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പിന്നെ ഈ സന്യാസത്തിന് ഇതൊക്കെ ഇട്ട് ഞാൻ സന്യാസിയാണ്, കപ്പിച്ചനാണ് എന്നെല്ലാം പറഞ്ഞ് ആ സന്യാസത്തെയും അവമാനിക്കരുത്. കർത്താവ് അങ്ങേക്ക് മാനസാന്തരം നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.